വെൽക്കം ടു ഈസി എക്സ്പോർട്സ്. ഇന്ന് ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഇന്ന് രാവിലെ പേപ്പർ വായിച്ചപ്പോൾ ഒരു പ്രൊഫഷണൽ എക്സലൻസ് അവാർഡ് നേടിയ മിസ്റ്റർ ഷമീർ സാറിൻ്റെ ന്യൂസ് ഞാൻ വായിച്ചു. ഞാൻ ഉടനെ അദ്ദേഹത്തെ ഫോൺ ചെയ്തു. കാരണം അദ്ദേഹം ഒരു സീനിയർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. മോർ ദാൻ 20 years അദ്ദേഹം എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹത്തിന് കൺസൾട്ടൻസി സർവീസ് കേരളത്തിലും എബ്രോഡിലും മറ്റു പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ മീറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് വന്നു. കാരണം വളരെ കുറഞ്ഞ കാലം കൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ് പടർന്നു പന്തലിച്ചു. അപ്പോൾ ഞാൻ വായിക്കാനിടയത് അദ്ദേഹത്തിൻ്റെ കമ്പനി IPOയുടെ തൊട്ടരികിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ബിസിനസ് ചെയ്യുന്നവരാണ്, നമുക്കൊക്കെ ആഗ്രഹമുണ്ട് എങ്ങനെ ഒരു IPO ലെവലിലേക്ക് പോകാമെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ യാത്ര ഒരു ഫിനിഷ് പക്ഷിയെ പോലെ മുകളിലേക്ക് പൊങ്ങുന്ന യാത്ര നമ്മൾ കണ്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഇന്ന് ഞാൻ വിളിച്ചപ്പോൾ കുറഞ്ഞ സമയം നമുക്ക് അവൈലബിൾ ആണെന്ന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹമായിട്ട് വളരെ പെട്ടെന്ന് ഞങ്ങൾ കൂട്ടിമുട്ടുകയും നമ്മുടെ ആളുകൾ സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കാൻ പോവാണ്. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ഈസി എക്സ്പോർട്സ് ആൻഡ് കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. ഞങ്ങൾ ഈസി എക്സ്പോർട്സ് എന്ന ചാനൽ നടത്തുന്നവരാണ്. കൂടാതെ ഞങ്ങൾ കൺസൾട്ടൻസി ഉണ്ട്, എക്സ്പോർട്ട് ബിസിനസ് നടത്തുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഒരുപാട് ആളുകൾ ബിസിനസ് രംഗത്ത് ബിസിനസ് സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടും ഒക്കെ വരാറുണ്ട്. അവരുടെ കുറച്ചൊക്കെ സംശയങ്ങൾ വളരെ ക്വിക്കായിട്ട് ഞാൻ ചോദിക്കാം. ഒന്ന്, പുതിയതായിട്ട് വരുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യം, ഏത് ടൈപ്പ് കമ്പനിയാണ് ഞാൻ തുടങ്ങേണ്ടത് എന്നുള്ള സംശയം പലർക്കും ഉണ്ട്. തീർച്ചയായും. പ്രധാനമായിട്ടും 3-4 ടൈപ്പാണുള്ളത്. ഒന്ന് പ്രൊപ്പറേറ്റർഷിപ്പായിട്ട് തുടങ്ങാം, പിന്നെ പാർട്ട്ണർഷിപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി. അത് ബേസിക്കലി ഏത് ടൈപ്പ് കമ്പനിയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യേണ്ടത് അവനവൻ്റെ ബിസിനസ് തുടങ്ങുന്ന ആളുടെ വിഷൻ അനുസരിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ ഏത് ലെവലിലേക്കാണ് ഈ കമ്പനി സ്കെയിലപ്പ് ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചാണ്. ഇപ്പോൾ ഒരു ലീൻ സ്റ്റാർട്ടപ്പാണ് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുക. നിങ്ങളൊരു തുടക്കക്കാരനാണ്, ഒരു ചെറിയ ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പഠിച്ച് നിങ്ങളതിൽ നിന്ന് വരുത്താവുന്ന മിസ്റ്റേക്കെല്ലാം വരുത്തി പഠിച്ച് ഉയർന്നു വന്നതിന് ശേഷം നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് വേറൊരു ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ തുടക്കത്തിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും സേഫായിട്ട് ചെയ്യാവുന്നത് പ്രൊപ്പറേറ്റർഷിപ്പാണ്. പിന്നെ നിങ്ങളുടെ വിഷൻ അനുസരിച്ച് വേറെ ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ അതുപോലെ ഇപ്പോൾ കമ്പനിയൊക്കെ ഏതെങ്കിലും ഒരു കമ്പനി സാർ പറഞ്ഞത് രജിസ്റ്റർ ചെയ്തു, അതിനുശേഷം ഇത് എങ്ങനെ റൺ ചെയ്ത് മുന്നോട്ട് പോകും? കാരണം എൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഇത് നടക്കൂല, എല്ലാത്തിലും ഞാൻ തന്നെ വേണമെന്ന് ചിന്തിക്കുന്ന ആളുകളെ കൂടുതലും. അവരോട് എന്താ സാറിന് പറയാനുള്ളത്? തുടക്കത്തിൽ അങ്ങനെ നമ്മൾ എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അതിൽ നമ്മൾ കുടുങ്ങി പോരുത്. അത് പ്രത്യേകം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും കാണുന്ന ഒരു സംഗതി അതാണ്. ആളുകൾ ബിസിനസ് തുടങ്ങുമ്പോൾ എല്ലാം അവർ തന്നെ ചെയ്യും, പിന്നെ അതിൽ തന്നെ അവർ കുടുങ്ങിപ്പോകും. അത് അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ അതിന് പ്രോപ്പറായിട്ടുള്ള ആളുകൾ ഹയർ ചെയ്ത്, അതേപോലെ തന്നെ സിസ്റ്റങ്ങൾ, ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം വേണം, അതുപോലെ ആളുകൾ പല ലെവലിലുള്ള ആളുകൾ വേണം, അങ്ങനെ അടുത്ത ലെവലിലേക്ക്. അപ്പം അങ്ങനെ ബിസിനസ്സുകാരൻ അവൻ്റെ ഡെയിലി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടിട്ട് ബിസിനസ് പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുപോകാനുള്ള സ്കെയിലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് അവൻ ഫോക്കസ് ചെയ്യാനുള്ള സമയം കിട്ടണമെങ്കിൽ ഇത്തരം സിസ്റ്റങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം, കൺട്രോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ലൈക്ക് സോഫ്റ്റ്വെയർ, അതല്ലാതെ പ്രൊസീജിയറായിട്ടുള്ള കൺട്രോൾസ് കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമേ ഒരു സ്കെയിലപ്പ് ചെയ്ത് നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഈ ആളുകൾ ഇപ്പോൾ കമ്പനി വലുതാവും തോറും പിന്നെ ആളുകൾ ഓരോ പൊസിഷനിലേക്ക് എടുക്കേണ്ടി വരുമല്ലോ. ഈ ഹയറിംഗ് മെത്തേഡ്സ് എന്തൊക്കെയായിരിക്കും? ഹയറിങ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സംഗതി പറഞ്ഞാൽ സ്വന്തക്കാരെയും അതുപോലെ തന്നെ സുഹൃത്തുക്കൾ റെക്കമെൻഡ് ചെയ്തവരെയൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്കില്ലും വില്ലും ഉള്ള ആളാണെന്നുള്ളതാണ്. സ്കില്ലുള്ള ആളായിരിക്കണം, അതുപോലെ തന്നെ വില്ലുള്ള ആൾ. അതായത് നമ്മൾ കൊടുക്കുന്ന ടാസ്ക് ചെയ്യാൻ അവന് കഴിവുണ്ടാവണം, അതുപോലെ തന്നെ അവനത് ചെയ്യാനൊരു വില്ലിങ്നെസ് ഉണ്ടാവണം. ഇല്ലാത്തൊരാളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവൻ നമ്മുടെ സ്ഥാപനത്തിൽ വന്നിരുന്ന് ഉറങ്ങും, അതല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ പെർഫോം ചെയ്യാതെ വരും. അവസാനം നമ്മുടെ സ്ഥാപനം ഉദ്ദേശിച്ച രീതിയിൽ വളരില്ല, അല്ലെങ്കിൽ തകർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ മറ്റേ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ സഹായിക്കാനുണ്ടെങ്കിൽ വേറെ പല രീതിയിലും സഹായിക്കുക. നമ്മളുടെ ബിസിനസ്സിൽ നല്ല സ്കില്ലുള്ള ആളുകളെ എടുക്കുക. നിങ്ങൾക്ക് അങ്ങനെ എടുക്കാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറമേയുള്ള HR ഏജൻസികളോ അത്തരം നല്ല കൺസൾട്ടൻസികളെ സമീപിച്ചിട്ട് നല്ല ആളുകളെ റിക്രൂട്ട് ചെയ്യിപ്പിക്കുക. കാരണം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിൻ്റെ ഏറ്റവും സുപ്രധാന ഫാക്ടർ, നട്ടെല്ല് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നല്ല ആളുകളാണ്. പിന്നെ ഇപ്പോൾ കമ്പനി റൺ ചെയ്തു, ആളുകളെ ഹയർ ചെയ്തു, അടുത്തത് ഒരു ബിസിനസ്സൊക്കെ ഗ്രോത്ത് ആയി വരുമ്പോൾ അവർ ചിന്തിക്കും ഞങ്ങൾക്ക് ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളിലും അവർക്ക് അവരുടെ ഏജൻസി, അവർക്ക് ട്രേഡിംഗ് യൂണിറ്റുകൾ അല്ലെങ്കിൽ കമ്പനി രജിസ്ട്രേഷനൊക്കെ നടക്കുന്ന ആഗ്രഹമുണ്ട്. ഇത് എളുപ്പമാണോ? പലരും ചോദിക്കുന്നത് അത്ര എളുപ്പമാണോ? പല മറ്റു എബ്രോഡ് രാജ്യങ്ങളിൽ അവരുടെ യൂണിറ്റ് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് എളുപ്പമാണോ? തീർച്ചയായും. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ലോകം കൈവിരൽ തുമ്പിലെത്തിയ ഒരു കാലഘട്ടമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലോകത്തെ ഏത് രാജ്യങ്ങളിലും പോകാനും അവിടെ ബിസിനസ് ഓപ്പൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനൊന്നും ഒരു പ്രയാസമില്ല. നമുക്ക് തന്നെ ഗ്ലോബലി പ്രസൻസ് ഉള്ളതാണ്, നമുക്ക് സഹായിക്കാൻ പറ്റും പല കമ്പനികൾ. അതുപോലെ തന്നെ ഇപ്പോൾ രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ സൗദി അറേബ്യ ഇപ്പോൾ വളരെ ബൂമിംഗ് ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. മലയാളി ബിസിനസ്സുകാരെല്ലാം ധാരാളമായിട്ട് സൗദി അറേബ്യയിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളിൽ GCC രാജ്യങ്ങൾ, പിന്നെ അതുപോലെ UK, USA, കാനഡ, അങ്ങനെ ഏത് രാജ്യത്തേക്കും നമുക്ക് ഈസി ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും റൺ ചെയ്യാനും സാധ്യമാണ് ഇന്നത്തെ കാലത്ത്. പിന്നെ തുടങ്ങുന്ന ആളുകൾക്ക് പിന്നുള്ള സംശയം, പലരും കൺസൾട്ടൻസി ശ്രമിക്കുന്നതിലും ഒരു മെൻറ്ററിൻ്റെ ആവശ്യമുണ്ട് ഇവർക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ. മെൻറ്ററിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എത്രത്തോളം ഇവരുടെ ബിസിനസ്സിനെ ഗുണം ചെയ്യും? തീർച്ചയായും മെൻറ്റർ ആവശ്യമാണ്. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചൂസ് യുവർ മെൻറ്റർ വൈസ്ലി. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ മെൻറ്റർ ആരാണോ അയാളിൻ്റെ ലെവൽ ഓഫ് നോളജും എക്സ്പീരിയൻസും നിങ്ങളുടെ ബിസിനസ്സിനെയും ബാധിക്കും. ഇപ്പോൾ മെൻറ്റർ എന്ന് പറയുമ്പോൾ ഫിസിക്കലി ഒരു വ്യക്തി തന്നെ ആവണമെന്നൊന്നുമില്ല. ഒരു യൂട്യൂബ് ചാനൽ, ഈസി എക്സ്പോർട്ട് പോലെ ഒരു ചാനലും ഒരു മെൻറ്ററാണ്. നമ്മൾ ബിസിനസ്സിനെ പറ്റി വായിക്കുന്ന പുസ്തകങ്ങളുടെ മെൻറ്ററാണ്. അതേപോലെ തന്നെ നമ്മൾ ഹയർ ചെയ്യുന്ന എക്സ്പേർട്സ് ഉണ്ട്, ലൈക്ക് പ്രൊഫഷണൽസ്, നമ്മൾ കൺസൾട്ടൻസി എടുക്കുന്ന അത് പെയ്ഡ് മെൻറ്ററാണ്. അങ്ങനെ ഏത് തരത്തിലുള്ള രീതിയിലുള്ള മെൻറ്ററും ആവാം. പക്ഷേ തീർച്ചയായിട്ടും എക്സ്റ്റേണൽ സപ്പോർട്ട് എടുത്ത് അഡ്വൈസും കൺസൾട്ടൻസിയൊക്കെ എടുത്ത് തന്നെ പോകുന്നതാണ് എപ്പോഴും നമുക്ക് മിസ്റ്റേക്സ് ഒഴിവാക്കാനും മറ്റുള്ളവരുടെ മിസ്റ്റേക്സിൽ നിന്ന് പഠിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ബിസിനസ്സിൽ ആ ഡാമേജുകൾ ഒഴിവാക്കി മുന്നോട്ട് പോകാനും നല്ലതാണ്. അവസാനമായിട്ട് എനിക്കൊരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത്, നമ്മൾ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് എപ്പോഴും വളർന്നു വലുതാവണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ ഈ എന്താണ് ഒരു സീക്രട്ട്, ബിസിനസ് വലുതായി വരാനുള്ള ഒരു സീക്രട്ട് സാറിൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ സാറിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഒരു സീക്രട്ട് അല്ല, ഞാൻ 3 സീക്രട്ട് പറഞ്ഞു. ഓ, വെരി ഗുഡ്. ഒന്നാമത്തത് ഗെറ്റ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. ഓക്കെ. രണ്ടാമത്തത് ഗെറ്റ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മൂന്നാമത്തത് ഗെറ്റ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. എന്താ ഉദ്ദേശം വെച്ചാല് ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ബിസിനസിന്റെ വളർച്ചയുടെ ഏറ്റവും വലിയ സീക്രട്ട്. അതാണ് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നമ്മൾ ഡെയിലി ബിസിനസിന്റെ ഇതിലിങ്ങനെ അങ്ങോട്ട് മുഴുകിപ്പോയി ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാനും അത് പ്രൊഫഷണലായിട്ട് ചെയ്യാനും എഫിഷ്യൻ്റായിട്ട് ചെയ്യാനും സമയം കിട്ടാതെ വരും. അതേസമയം നമ്മൾ ചെയ്യുന്ന ഓരോ ഏരിയകളും 1 by 1 ആയിട്ട് ആളുകളെ ഹയർ ചെയ്തിട്ട് അവരെ അത് ഏൽപ്പിച്ച് എഫിഷ്യൻ്റായിട്ട് റൺ ചെയ്യിപ്പിക്കുക. അങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് ഓരോ ടാസ്കുകൾ ചെയ്യിപ്പിക്കാനുള്ള ഈ സ്കില്ല് നിങ്ങൾ എത്ര പെട്ടെന്ന് എത്ര നന്നായിട്ട് ഗെയിൻ ചെയ്യുന്നു അത്രമാത്രം നിങ്ങളുടെ ബിസിനസ് വളരെ പെട്ടെന്ന് വളരും. ഇതാണ് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ. താങ്ക് യു സോ മച്ച് സർ. സോ സാറുമായിട്ട് ഇനിയും ഞങ്ങൾക്ക് ഇരിക്കേണ്ടതുണ്ട്. ഈ കുറഞ്ഞ സമയമില്ലാത്ത സമയത്ത് ഞങ്ങളുമായി ഇത്ര സഹകരിച്ചതിന് നന്ദി.